ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിൽ അതിനിർണായകമായ സ്റ്റെപ്പിലേക്ക് കടന്നിരിക്കുന്നു SIT. അതെ, ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റ സ്വർണം കണ്ടെത്തിയിരിക്കുന്നു. കർണാടകയിലെ ബെല്ലാരിയിൽ നിന്നാണ് ഈ സ്വർണം കണ്ടെത്തിയത്. ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം വിറ്റത് എന്ന് നേരത്തെ തന്നെ SIT കണ്ടെത്തിയതാണ്. ആ വഴി അന്വേഷണം പോകുന്നു. ബെല്ലാരിയിലെത്തുന്നു. ഗോവർദ്ധന്റെ വീട്ടിൽ നിന്നായിരിക്കണം ഇപ്പോൾ സ്വർണം കണ്ടെത്തിയത് എന്നാണ് നമ്മൾ അനുമാനിക്കുന്നത്. സിജോ വി ജോൺ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സിജോ, വളരെ നിർണായകമായ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ പോറ്റി വിറ്റ സ്വർണം കണ്ടെത്തിയെന്ന് മനസ്സിലാക്കുന്നത് എവിടെ നിന്നാണ് കണ്ടെത്തിയത്? അത് ശബരിമല സിജോ റദ്ദം ജ്വല്ലറി എന്നാണ്. ഈ ഗോവർദ്ധൻ ഒരു സ്വർണ്ണ കട ഉടമയാണ്. ഇയാള് വിവിധയിടങ്ങളിൽ നിന്നൊക്കെ സ്വർണ്ണ ആളുകളിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ആൾ കൂടിയാണ്. അങ്ങനെ ഒരു രീതിയിൽ കൂടിയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പരിചയപ്പെടുകയും ചെയ്യുന്നത്. ഈ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ ദ്വാരപാലക ശില്പത്തിലെയും അതോടൊപ്പം തന്നെ കട്ടിളപ്പാളിയിലെയും സ്വർണം ഉരുക്കിയെടുത്തതിന് ശേഷം ഇയാൾക്ക് കൈമാറിയെന്നാണ് മൊഴി നൽകിയിരുന്നത്. ഇന്നലെ വൈകിട്ടാണ് SIT സംഘം ഈ ജുവലറിയിൽ എത്തുകയും ചെയ്തത്. വിശദമായി പരിശോധന നടത്തി. നമുക്ക് ലഭിക്കുന്നതനുസരിച്ച് ഏകദേശം 400 ഗ്രാമിലധികം സ്വർണം ഇവിടുന്ന് അന്വേഷണ സംഘം ഇപ്പോൾ എടുത്തിട്ടുണ്ട്. സ്വർണ്ണ കട്ടികളാക്കിയാണ് ഇത് സൂക്ഷിച്ചിരുന്നത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അതായത് 476 ഗ്രാം ആണ് ഈ ഉരുക്കി സ്വർണം പൂശിയതിനു ശേഷം ബാക്കി ഉണ്ടായിരുന്ന സ്വർണം എന്നാണ് പറഞ്ഞിരുന്നത്. ഇതാണ് തനിക്ക് കൈമാറിയത്, വിറ്റത് എന്നുള്ളൊരു മൊഴിയാണ് ഗോവർദ്ധൻ നൽകുകയും ചെയ്തിരുന്നത്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം ഇന്നലെ വൈകിട്ട് തന്നെ അവിടെ എത്തുകയും അതിനുശേഷം പരിശോധനയിലൂടെ സ്വർണം പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഈ കേസിലെ ഏറ്റവും നിർണായകമായ ഒരു തൊണ്ടി തന്നെയാണ് ഇതെന്ന് പറയേണ്ടത്. കാരണം ഈ വിൽപ്പന നടത്തിയെന്ന് പറയുമ്പോൾ അത് ബാക്കി എവിടെ കൊണ്ടുപോയി അത് കോടതിയിലൊക്കെ ഹാജരാക്കുന്ന സമയത്ത് ഇത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അതിലോട്ട് അന്വേഷണ സംഘത്തിന് അതിവേഗം തന്നെ എത്താൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് ബംഗളൂരിലേക്ക് പോയ സംഘമാണ്. അത് വിവിധയിടങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. അതിനുശേഷം വൈകിട്ടോടുകൂടിയാണ് ബെല്ലാരിയിലെ ഈ ജുവലറിയിൽ എത്തുകയും സ്വർണം പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇനിയും തുടർ പരിശോധനകൾ നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇയാൾ ഈ സ്വർണ്ണപ്പാളികളൊക്കെ കൊണ്ടുപോയ വിവിധ സ്ഥലങ്ങളിലൊക്കെ എത്തിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സംഘം തെളിവെടുപ്പ് നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇനി പിടിച്ചെടുക്കാനുള്ള സ്വർണം എന്ന് പറയുന്നത് ഈ സ്വർണ്ണപ്പാളികളെയും ദ്വാരപാലക ശില്പത്തിലെയും ഇത് സ്വർണം ഉരുക്കിയതിനു ശേഷം സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ചാണ് ഇത് ഒരുക്കുന്നത്. അവിടെ വെച്ച് ഏകദേശം 108 ഗ്രാം ഇതിന്റെ പണിക്കൂലിയായി സ്മാർട്ട് ക്രിയേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ സ്വർണവും പിടിച്ചെടുക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം ഇപ്പോഴുള്ളത്. 400 ഗ്രാം സ്വർണം എന്ന് പറയുമ്പോൾ 50 പവനിൽ കൂടുതൽ വരും എന്ന് വെച്ചാൽ വലിയൊരു എമൗണ്ടിനായിരിക്കണം ഈ ഇടപാട് നടന്നിട്ടുണ്ടാവുക. എന്തായാലും ഇത് പിടിച്ചെടുക്കുന്ന നടപടിയിലേക്കാണ് ഇപ്പോൾ SIT കടന്നിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണം ചോദ്യം ചെയ്തതിനായിരിക്കണം ഗോവർദ്ധന് വിറ്റു എന്നുള്ള വിവരം ലഭിക്കുന്നത്. അങ്ങനെയാണ് ഈ ഗോവർദ്ധനെ തേടിയുള്ള അന്വേഷണം പോകുന്നതും റിദ്ധം ജ്വല്ലറിയിലേക്ക് എത്തുന്നതും സ്വർണ്ണക്കട്ടി രൂപത്തിലാക്കി മാറ്റിവെച്ച ഈ സ്വർണം പിടിച്ചെടുക്കുന്നതും. സിജോ, ഇതുകൊണ്ട് മാത്രമായില്ല, SITയുടെ മുന്നിൽ വലിയ ടാസ്ക് ഉണ്ട്, വലിയ റിസ്കി ഘട്ടങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. കാരണം ഇതിപ്പോ കട്ടികളാക്കി വെച്ച ഈ സ്വർണം ഇത് തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തണം. അതിപ്പോ ഒരു വലിയ തെളിവുകളൊന്നും അതിനുണ്ടാവില്ല. ഈ സ്വർണം തന്നെയാണോ എന്ന് ഉറപ്പുവരുത്താൻ SIT അന്വേഷണത്തിന് തെളിയിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ഈ എവിടെ നിന്ന് ഈ കട്ടിയാക്കി വെച്ച സ്വർണം എവിടെ നിന്ന് കണ്ടെത്തി എന്ന ചോദ്യങ്ങൾക്ക് ഈ ഗോവർദ്ധൻ മറുപടി നൽകണം. അപ്പൊ ഈ സ്വർണം അത് തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തണം. അപ്പൊ അത്തരത്തിലുള്ള റിസ്ക് എലമെന്റ്സ് ഇപ്പോഴും SITക്ക് മുന്നിലുണ്ട്. ആ ഒരു ഘട്ടം, ഇനിയുള്ള ഘട്ടങ്ങൾ എങ്ങനെ മറികടക്കാൻ കഴിയുമെന്നാണ് ഇപ്പൊ SITയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അനുമാനിക്കേണ്ടത്. തീർച്ചയായും അതൊരു വെല്ലുവിളി തന്നെയാണ്. പക്ഷേ ശാസ്ത്രീയ പരിശോധനകളിലൂടെ ഈ സ്വർണ്ണമാണ് എന്നുള്ളത് തന്നെ തെളിയിക്കാൻ സാധിക്കുമെന്നൊരു കണക്കൂട്ടലാണ് അന്വേഷണ സംഘത്തിനുള്ളത്. അതോടൊപ്പം തന്നെ ഇതിന് സപ്പോർട്ടീവായിട്ടുള്ള രേഖകളുണ്ട്. അന്ന് ഇത് കൈമാറുന്ന സമയത്തൊക്കെ അത് സംബന്ധിച്ച രേഖകൾ ഈ അന്വേഷണ സംഘം ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതും അതോടൊപ്പം തന്നെ ഈ സ്വർണത്തിന്റെ പരിശോധന നടത്തിയിട്ട് ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ പരിശോധനകളിലൂടെ ഇത് തന്നെയാണ് സ്വർണം എന്ന രീതിയിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയാണ് അന്വേഷണ സംഘത്തിന് ഉള്ളത്. എന്തായാലും അതിവേഗം തന്നെ അന്വേഷണ സംഘം ഇതിന്റെ അന്വേഷണമായി വളരെ മുന്നോട്ട് പോവുകയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം വിശദമായ ചോദ്യം ചെയ്യലിലൂടെ ആദ്യം കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അതിനുശേഷം കൃത്യമായ സ്ഥലങ്ങൾ ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം ആ സ്ഥലങ്ങളിലെത്തി പരിശോധന നടത്തുകയാണ് ചെയ്യുന്നത്. നേരത്തെ തന്നെ ഗോവർദ്ധനിൽ നിന്ന് ഇത്തരത്തിലുള്ള വിവരം ലഭിച്ചിരുന്നു. ഈ സ്വർണം ഇയാൾക്കാണ് കൊടുത്തതെന്നുള്ളത് സംബന്ധിച്ച് SIT സംഘം ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഗോവർദ്ധനെ ബന്ധപ്പെടുകയും വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെ പ്രാഥമിക ഘട്ടം നിലയിൽ കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷമാണ് ഈ തെളിവ് കണ്ടെത്തുന്ന ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക്
അന്വേഷണ സംഘം കടക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇത് നിലവിലെ സാഹചര്യത്തിൽ ഇതൊരു നിർണായക ഘട്ടമാണ്, അല്ലെങ്കിൽ ഒരു നിർണായക നീക്കമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് നമുക്ക് എടുത്തു പറയാം. പക്ഷെ ഇനിയും പുറത്തു വരേണ്ടിയിരിക്കുന്ന കൂടുതൽ വിവരങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിന്റെ ഗൂഢാലോചന സംബന്ധിച്ച കാര്യങ്ങൾ. അത്തരം കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം പടിപടിയായി കടക്കുകയും ചെയ്യുകയാണ്. അതിന്റെ ആദ്യഘട്ടം എന്ന നിലയിലാണ് ഇപ്പോൾ മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് പോകേണ്ടതുണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്ത് തെളിവെടുത്ത് അതിനുശേഷം മടങ്ങി വന്ന് കൂടുതൽ തെളിവുകൾ ശേഖരിച്ച ശേഷമായിരിക്കും മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുക്കുക. 29-ാം തീയതി മുതൽ കസ്റ്റഡിയിൽ വാങ്ങാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ പാരലലായി ഈ തെളിവുകൾ കണ്ടെത്തുന്നതിനോടൊപ്പം തന്നെ ഇതിന്റെ ഗൂഢാലോചന സംബന്ധിച്ച അന്വേഷണവും SIT തുടരുകയും ചെയ്യുകയാണ്. എന്തായാലും അതിനിർണായകമാണ് ഇപ്പോൾ SIT സംഘം നടത്തിയിരിക്കുന്ന ഈ നീക്കം, ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഈ സ്വർണവും. ശരി സിജോ, അമൃത, 400 ഗ്രാം സ്വർണം എന്ന് പറയുമ്പോൾ 50 പവൻ. പക്ഷെ ആ രീതിയിൽ മാത്രമല്ല അതിന്റെ മൂല്യം, വിശ്വാസപരമായി വലിയ മൂല്യമുള്ള ഒരു സ്വത്താണത്. അത് ഈ ഉരുക്കി മാറ്റുമ്പോൾ അതിന് എത്ര വിലയിട്ടു കാണാൻ പോറ്റി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട. പക്ഷെ അത് ശബരിമലയിൽ തന്നെയാണെന്ന് ഇനിയിപ്പോ തെളിയിക്കാനൊക്കെ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരില്ലേ? ശാസ്ത്രീയ പരിശോധന നടത്താൻ പറ്റുമെന്നിപ്പോ സിജോ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ കാണുന്നു, മല്യ പൊതിഞ്ഞ സ്വർണം തന്നെയാണ് ഇങ്ങനെ ഉരുക്കി സ്വർണ്ണക്കട്ടിയാക്കി മാറ്റി വെച്ചത് എന്ന് ശാസ്ത്രീയ പരിശോധനയിലൂടെ തിരിച്ചറിയാൻ പറ്റും. അല്ലെങ്കിൽ